ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിലെ എംബ്രേസ് ഓഫ് ദി സെർപ്പൻ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കൊളംബിയൻ ഫിലിം ഡയറക്ടറായിട്ടുള്ള സിറോ ഗുവേര 2015 ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറക്കിയിട്ടുള്ള ചിത്രമാണ്. ടിയോ എന്നും ഇവാൻ എന്നും പേരുള്ള രണ്ട് എക്സ്പ്ലോറേഴ്സിൻ്റെ ആമസോൺ എക്സ്പെഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഈ സിനിമയുടെ ഒരു സമ്മറിയും ഇതിലെ പാരഗ്രാഫ് എസ് ക്വസ്റ്റ്യൻസിൻ്റെ നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. The film opens with a scene of the great Amazon River. It also introduces Karmakate, the lone survivor of his tribe. ഈ സിനിമയിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്നത് ഈ ആമസോൺ നദിയും ആ നദിയിലേക്ക് നോക്കിയിരിക്കുന്ന കരമക്കാത്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം നേറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ ഗോത്രവർഗക്കാരനായിട്ടുള്ള ഒരാളാണ്. ഇനി അയാളുടെ ഗോത്രത്തിലെ അവശേഷിക്കുന്ന ഒരേ ഒരാൾ കൂടിയാണ് അയാൾ. കാരണം മറ്റ് പുറമേ നിന്നുള്ള കൊളോണൈസേഴ്സും മറ്റൊക്കെ വന്ന് അവരെ ആക്രമിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ട് അവരെല്ലാം കൊല്ലപ്പെടുകയും ഇയാൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. We meet Tio, a German ethnographer, accompanied by Manduka, a westernized native. അങ്ങനെ ഇയാളുടെ അടുത്തേക്ക് ടിയോ എന്നു പേരുള്ള ഒരു ജർമ്മൻകാരൻ വരുന്നുണ്ട്. അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. കൂടാതെ മന്ദൂക്ക എന്നു പേരുള്ള ഒരാൾ കൂടി അയാളുടെ കൂടെയുണ്ട്. അയാൾ വെസ്റ്റേണൈസ്ഡ് നേറ്റീവാണ്. അതായത് അദ്ദേഹം തദ്ദേശീയനായിട്ടൊരു വ്യക്തിയാണെങ്കിലും ഈ യൂറോപ്യൻസിൻ്റെ കൾച്ചറും ഭാഷയെല്ലാം അയാൾ സ്വീകരിച്ചിട്ടുണ്ട്. അയാൾ ഒരു സ്ലേവ് ആയിരുന്നു. ഈ യൂറോപ്യൻസ് പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ലേവ് ആയിരുന്നു അദ്ദേഹം. നമ്മുടെ ഈ ടിയോ ആണ് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ടിയോയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ടിയോ ഈസ് ക്ലിയർലി വീക്കൻഡ് ബൈ ഇൽനെസ്. ഹി ഡെസ്പെററ്റ്ലി സീക്സ് ദ ലെജൻഡറി യക്രൂണ പ്ലാന്റ് റൂമേർഡ് ടു പൊസസ് പവർഫുൾ ഹീലിംഗ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇയാൾ വളരെ ഇൽനെസ്സോട് കൂടിയിട്ടാണ്, ആകെ അസുഖം ബാധിച്ചിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾ അന്വേഷിക്കുന്നത് യക്രൂണ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഫ്ലവർ ഉണ്ട്. അതിന് ഇങ്ങനെ ഹീലിംഗ് പവർ ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖം എല്ലാം മാറും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഫ്ലവർ അന്വേഷിച്ചുകൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ടിയോ ആസ്ക്സ് കർമ്മക്കാത്തെ ടു ഹെൽപ്പ് ഹിം ഫൈൻഡ് ദ യക്രൂണ ഫ്ലവർ. അപ്പോൾ ഈ കർമ്മക്കാത്തെ എന്ന് പറയുന്ന കഥാപാത്രം അയാളുടെ ട്രൈബുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഫ്ലവർ. അപ്പോൾ അയാൾക്ക് അറിയാം അത് എവിടെയാണെന്നുള്ളത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ടിയോ ഇയാളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഡിസ്പൈറ്റ് ഇനീഷ്യൽ അപ്രഹെൻഷൻ ബിക്കോസ് ഓഫ് ഹിസ് ഡിസ്ട്രസ്റ്റ് ഓഫ് വൈറ്റ് പീപ്പിൾ, ഹി അഗ്രീസ് ടു ഗൈഡ് ടിയോ ത്രൂ ദ ട്രഷറസ് ആമസോൺ. അപ്പോൾ തുടക്കത്തിൽ ഇവരോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടൊന്നുമല്ല നമ്മുടെ കർമ്മക്കാത്തെ പെരുമാറുന്നത്. കാരണം ഇയാളൊരു വൈറ്റ് മാനാണ്, ഒരു വെള്ളക്കാരനാണ്. വെള്ളക്കാരെ ഇയാൾക്ക് സംശയമാണ്, വിശ്വാസമില്ല. കാരണം അവർ കൊളണൈസേഴ്സാണ്. അതുകൊണ്ട് തന്നെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടൊക്കെയാണ് ആൾ ആദ്യം പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണെന്നും ഈ സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ സസ്യങ്ങളോട് ബഹുമാനമുള്ള ഒരാൾ എന്നൊക്കെയുള്ള ഒരു പരിഗണനയിൽ അയാൾ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ദ സ്റ്റോറി ജംപ്സ് ഫോർവേഡ് ഇൻ ടൈം. അതിനുശേഷം കഥ ഒരുപാട് മുന്നോട്ട് പോയൊരു കാലഘട്ടത്തിലാണ് കാണിക്കുന്നത്. കർമ്മക്കാത്തെ ഏജ്ഡ് ബട്ട് സ്റ്റിൽ എ പവർഫുൾ ഷാമൻ ലിവ്സ് എ സോളിറ്ററി എക്സിസ്റ്റൻസ്. പിന്നീട് അടുത്ത രംഗത്തിൽ നമ്മൾ കർമ്മക്കാത്തെ കാണുന്നത് അയാൾക്ക് കുറച്ച് പ്രായമായിട്ടുണ്ട്. ഒരു 30-40 വയസ്സ് അയാൾക്ക് കൂടിയതിന് ശേഷമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ അയാളെ കാണുന്നത്. അയാൾ അപ്പോഴും അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇവാൻ, എ യങ് അമേരിക്കൻ സയന്റിസ്റ്റ്, അറൈവ്സ് സീക്കിംഗ് ഹിസ് ഹെൽപ്പ് ടു ഫൈൻഡ് ദി എലൂസീവ് യക്രൂണ. അടുത്ത ഒരു സയന്റിസ്റ്റാണ് അവിടെ കർമ്മക്കാത്തെ അന്വേഷിച്ച് ഈ സമയത്ത് വരുന്നത്. ഇവാൻ എന്ന പേരുള്ള ഒരു അമേരിക്കൻ സയന്റിസ്റ്റാണ്. അയാളും ഈ ഒരു ഫ്ലവർ അന്വേഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. Karmakate tells him that he has lost his memory and has become a ചുല്ലച്ചാക്കി. അപ്പോൾ കർമ്മക്കാത്തെ പറയുന്നത് ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് കുറേ കാലമായിട്ട് വർഷങ്ങളോളം ജീവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാളൊരു ചുല്ലച്ചാക്കി പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് അവരുടെ ഈ ട്രഡീഷനകത്തുള്ളൊരു വിശ്വാസമാണ്. നമ്മൾ ആത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ ഓർമ്മകളോ വികാരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് താൻ മാറിയിരിക്കുന്നു. അത് കാരണം കൊണ്ട് വഴിയൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് പ്രയാസമായിരിക്കും എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. ദേ എംബാർക്ക് ഓൺ എ സിമിലർ ജേർണി ബൈ കനോ, റീട്രേസിംഗ് സം ഓഫ് ടിയോസ് പാർട്ട്. അപ്പോൾ ഇവാൻ്റെ കയ്യിലാണെങ്കിൽ ടിയോ പണ്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ മാപ്പും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആ വഴിയെ പോവുകയാണ്. ഇവാൻ ഷോസ് ഹിം ടിയോസ് ബുക്ക് ആൻഡ് ഹി സീസ് ഹിസ് ഫോട്ടോ ഇൻ ഇറ്റ്.
ഇറ്റ് റിമൈൻഡ്സ് ഹിം ഓഫ് ദി ഓൾഡ് ജേണി. അങ്ങനെ ഇവൻ ഈ കർമ്മക്കാത്തേക്ക് ഈ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ടിയോയുടെ പുസ്തകം കാണിച്ചു കൊടുക്കുന്നു. ആ പുസ്തകത്തിനകത്ത് കർമ്മക്കാത്തയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് ഇയാൾക്ക് ആ പഴയ യാത്രയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ തിരിച്ചു വരുന്നു. ദ ഫിലിം ദെൻ ഗോസ് ബാക്ക് ടു ദ മെമ്മറീസ് ഓഫ് ദി ഓൾഡ് ജേണി. അങ്ങനെ ആ ഫോട്ടോ കണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇയാൾ ഓർക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിനിമ ആ പഴയ യാത്രയിലേക്ക്, ഫ്ലാഷ് ബാക്കിലേക്ക് തിരിച്ചു പോകുന്നു. ദ കനോ ട്രിപ്പ് ഈസ് ഫ്രൗഡ് വിത്ത് ഡേഞ്ചർ. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ടിയോ, ജർമ്മൻ സയന്റിസ്റ്റ് ടിയോയും അതുപോലെ തന്നെ അയാളുടെ സഹായിയായിട്ടുള്ള മന്ദൂക്കയും ഈ ചെറുപ്പക്കാരനായിട്ടുള്ള കർമ്മക്കാത്തയും കൂടിയിട്ട് ഈ ഫ്ലവർ അന്വേഷിച്ച് പോകുന്നതാണ്. ഒരു വഞ്ചിയിലൊക്കെയാണ് അവർ പോകുന്നത്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ദ ഡെൻസ് ജംഗിൾ പ്രസൻസ് ചലഞ്ചസ് ആൻഡ് ദി അൺപ്രഡിക്റ്റബിൾ വെദർ ആഡ് ടു ദ ടെൻഷൻ. അപ്പോൾ അവർക്ക് കുറച്ച് ദൂരം ഈ വഞ്ചിയിലും കുറച്ച് ദൂരം ഈ കരയിലൂടെയും പോകണം, കാട്ടിലൂടെയും പോകണം. അപ്പോൾ കാട്ടിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് ഈ വഞ്ചി ഇങ്ങനെ വലിച്ചുകൊണ്ടും മറ്റൊക്കെ വേണം പോവാൻ. അതിനുശേഷം അവർക്ക് പിന്നെ ഈ പുഴയെത്തുന്ന സമയത്ത് പുഴയിലൂടെയും പോകണം. അതിൻ്റെ ഇടയിൽ മഴ വരുന്നുണ്ട്. അങ്ങനെ കാലാവസ്ഥയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. ദർ ഈസ് എ റബ്ബർ പ്ലാന്റേഷൻ വിച്ച് റിമൈൻസ് മന്ദൂക്ക ഓഫ് ഇറ്റ്സ് ഡേയ്സ് ഓഫ് സ്ലേവറി. അങ്ങനെ അവരൊരു റബ്ബർ പ്ലാന്റേഷനിൽ എത്തുന്നു. റബ്ബർ പ്ലാന്റേഷൻ എത്തുന്ന സമയത്ത് ഈ മന്ദൂക്ക, ടിയോയുടെ സഹായിയായിട്ട് കൂടെയുള്ള ഈ മന്ദൂക്കയുടെ വികാരങ്ങളൊക്കെ മാറുന്നു. കാരണം അയാൾ പണ്ട് ഇതുപോലൊരു റബ്ബർ പ്ലാന്റേഷൻ്റെ അകത്ത് ഒരു അടിമയായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഇയാൾ ഇങ്ങനെ ഡിപ്രസ്ഡ് ആകുന്നു. ഹി ഗോസ് ഓൺ എ ഫിറ്റ് ആൻഡ് ഡിസ്ട്രോയ്സ് സം എക്യുപ്മെന്റ്സ്. അങ്ങനെ ഇയാൾക്ക് ഈ ദേഷ്യം വന്നിട്ട് ആ റബ്ബർ പ്ലാന്റിൽ ഇങ്ങനെ ഈ റബ്ബർ പാൽ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ചിലതൊക്കെ അയാൾ ഇങ്ങനെ തട്ടിമറിക്കുകയൊക്കെ ചെയ്യുന്നു. Then they meet an amputated slave worker begging them to kill him to end his misery. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിലവിളിച്ചുകൊണ്ട് അവിടേക്ക് ഒരാൾ വരുന്നത്. ഒരു കൈ മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലുള്ള ഒരാളാണ്. അയാൾ അവിടുത്തെ ഒരു സ്ലേവ് വർക്കറാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ ഭാഷയിൽ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർമ്മക്കാത്തെ പറയുന്നുണ്ട് അയാളെ ഒന്ന് കൊന്നു തരൂ എന്നാണ് അയാൾ പറയുന്നത്. കാരണം അങ്ങനെയെങ്കിലും ആ അടിമ ജീവിതം അയാൾക്ക് അവസാനിപ്പിക്കണം എന്നാണ് അയാൾ പറയുന്നത്. മന്ദൂക്ക ഓൾമോസ്റ്റ് ഷൂട്ട്സ് ഹിം ബട്ട് ഹി കുഡിന്റ്. അപ്പോൾ മന്ദൂക്ക ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ഗൺ എടുത്തുകൊണ്ട് അയാളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം അയാൾക്കാണ് ഈ കൂട്ടത്തിൽ ഈ അടിമയായിട്ട് ജീവിക്കുന്നതിന്റെ പ്രയാസങ്ങൾ അറിയുന്നത്. ടിയോയും കർമ്മക്കാത്തയും വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒടുവിൽ എന്തായാലും മന്ദൂക്കയ്ക്ക് അയാളെ കൊല്ലാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരുടെ യാത്ര തുടരുകയാണ്. They reach a desolate Spanish mission on the river bank. അടുത്തതായിട്ട് അവർ എത്തിപ്പെടുന്നത് ഒരു സ്പാനിഷ് മിഷനിലാണ്. മിഷൻ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനമാണ്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. The priest, a solitary and a sadistic figure, enforces his twisted version of Christianity on the remaining indigenous people. അവിടെ ഇൻഡിജിനസ് ആയിട്ടുള്ള അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. ഒരു പുരോഹിതനുമുണ്ട്. അയാൾ സാഡിസ്റ്റിക് ആയിട്ടുള്ള ആളെ പോലെയാണ് കാണുന്നത്. അയാളുടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ വേർഷൻ ആ ഇൻഡിജിനസ് ആയിട്ടുള്ള കുട്ടികളുടെ മേലിനെ അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. They observe with horror the physical and psychological abuse inflicted upon them. അപ്പോൾ ഈ പുരോഹിതൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പുരോഹിതന്മാരെ കുറിച്ചുള്ള ഒരു ചിന്താഗതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ല. ഇയാൾ ഈ കുട്ടികളെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കെട്ടിയിട്ടിട്ടൊക്കെയാണ് മർദ്ദിക്കുന്നത്. അങ്ങനെ ഇവരുടെ മേൽ ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടിയോയും മന്ദൂക്കയും അതുപോലെ തന്നെ കർമ്മക്കാത്തയും കാണുന്നുണ്ട്. അവർക്കിത് വിഷമമുണ്ടാക്കുന്നുണ്ട്. മന്ദൂക്ക ഇന്റർഫിയേഴ്സ് വെൻ ദ പ്രീസ്റ്റ് ബീറ്റ്സ് എ ബോയ് ആൻഡ് സിസ്റ്റം ഫ്രീ. അങ്ങനെ ഇത് സഹിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് മന്ദൂക്ക ഈ പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് ഇയാൾ ഈ കുട്ടിയെ മർദ്ദിക്കുമ്പോൾ അയാളുടെ കൈ പിടിക്കുകയും അവിടെ ഒരു തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് ഈ പുരോഹിതനെ അവിടെ വീഴ്ത്തിയിട്ടതിന് ശേഷം ഈ കുട്ടികളെയൊക്കെ അവിടുന്ന് ഓടിപ്പൊക്കോളാൻ പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അവരുടെ യാത്ര അവിടെ നിന്നും തുടരുകയാണ്. ഫിലിം കംബാക്സ് ടു ദ കറന്റ് ജേണി. അതിനുശേഷം ഈ പ്രസന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഈ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഇവാന്റെ കൂടെയുള്ള ഈ പുതിയ യാത്രയിലേക്ക് ഈ സിനിമ തിരിച്ചു വരുന്നു. അപ്പൊ ഇത്ര നേരം നമ്മുടെ കർമ്മക്കാത്തയുടെ പഴയ യാത്രയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് നമ്മൾ കണ്ടിരുന്നത്. ഇൻ പ്ലേസ് ഓഫ് ദി ഓൾഡ് മിഷണറി ദേ ഫൈൻഡ് എ ന്യൂ കൈൻഡ് ഓഫ് മാഡ്നസ്. അപ്പോൾ പണ്ട് അവർ വന്നിട്ടുള്ള ആ മിഷണറിയുടെ സ്ഥലത്തേക്ക് ഇവർ എത്തുന്നു. ഇവിടെ ഇപ്പോൾ ആ മിഷണറിക്ക് പകരം പുതിയൊരു തരം ഭ്രാന്താണ് അവർ കാണുന്നത്.
A Brazilian man, seemingly crazed, has established a settlement and convinced the remaining indigenous people he is the Messiah. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബ്രസീലുകാരനാണ് പുരോഹിതനായിട്ടുള്ളത്. അയാൾക്ക് ഭ്രാന്താണെന്നുള്ള അവസ്ഥയാണുള്ളത്. കാരണം അയാൾ അവിടെയുള്ള ആളോട് വന്നിരിക്കുന്നത് അയാളാണ് മിശിഹ എന്നുള്ള രീതിയിലാണ്. ദ റിച്വൽസ് ആർ ക്രൂവൽ, ഇൻക്ലൂഡിങ് ക്രൂസിഫിക്കേഷൻസ്. ഇനി അവരുടെ ഈ ആചാരങ്ങളും അതുപോലെ ചടങ്ങുകളൊക്കെ വളരെ ക്രൂരമായിട്ടുള്ളതാണ്. ആളുകൾ ഇങ്ങനെ സ്വയം ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നതും പിന്നെ 2-3 ആളുകൾ അവിടെ കുരിശിന്റെ മുകളിൽ തറച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം ക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. കർമ്മകത്ത ആൻഡ് ഇവാൻസ് ആർ കോട്ട് ബൈ ദം ആൻഡ് ബ്രോട്ട് ടു പ്രീസ്റ്റ്. അപ്പോൾ ഇവർ അതിൽ പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും അവിടുത്തെ ആളുകൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ആ പുരോഹിതന്റെ അടുത്ത് എത്തിക്കുന്നു. They had to lie their messengers to escape their madness. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് നുണ പറയേണ്ടി വരുന്നു. അവര് മെസ്സഞ്ചേഴ്സ് ആണ്, ഈ ദൈവത്തിന്റെ സന്ദേശവാഹകരാണ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. The priest's wife is sick and Karmakate uses his healing powers to cure the leader's ailing wife. ഇനി ഈ പുരോഹിതന്റെ ഭാര്യയാണെങ്കിൽ അവിടെ അസുഖം ബാധിച്ച് കിടക്കുകയായിരിക്കും. അങ്ങനെ കർമ്മക്കാത്ത ഈ മെസ്സഞ്ചർ ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അയാളോട് ചികിത്സിക്കാൻ പറയും. ഇയാൾക്കാണെങ്കിൽ ഇയാളുടെ ഈ പച്ചമരുന്നുകളും മറ്റൊക്കെ അറിയുന്ന കാരണം കൊണ്ട് ആ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ഇൻ ദ മാഡ്നസ് ഓഫ് ദ സെലിബ്രേഷൻസ് ഹി ദെൻ പോയിസൺസ് ദെം ഓൾ. അപ്പൊ ഈ ഭാര്യയ്ക്ക് സുഖപ്പെട്ടതിന് ശേഷം അത് ദൈവത്തിന്റെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആകെ ഉത്സവവും അതുപോലെ തന്നെ ആഘോഷങ്ങൾ നടക്കുകയാണ്. അങ്ങനെ അവരുടെ ഭ്രാന്ത് ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരെയും സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ പുരോഹിതൻ പറയുന്നുണ്ട്. കർമ്മക്കാത്തെ അവരുടെ ഭക്ഷണത്തിനകത്ത് വിഷമിട്ടുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഫിലിം ഗോസ് ബാക്ക് ടു ദ മെമ്മറി ഓഫ് ദി ഓൾഡ് ജേണി അഗെയിൻ. അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ്. കർമ്മക്കാത്തെ ചെറുപ്പത്തിൽ ഈ തിയോയുമായി നടത്തിയിട്ടുള്ള യാത്രയുടെ ഓർമ്മയിലേക്ക് തിരിച്ചു പോകുന്നു. ആ യാത്രയുടെ അവസാന ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദർ ഈസ് ദ പ്ലേസ് ഓഫ് കർമ്മക്കാത്തേസ് ട്രൈബ്. കർമ്മക്കാത്തയുടെ ഈ ഗോത്രത്തിന്റെ സ്ഥലത്തേക്ക് അവർ എത്തുന്നു. അവിടെയാണ് ഈ ഫ്ലവർ ഉള്ളത്. ഇറ്റ് ഈസ് നൗ ദ വില്ലേജ് ഓഫ് അനദർ നേറ്റീവ് പീപ്പിൾ. അവിടെ ഇപ്പോൾ വേറെ ഒരു വിഭാഗം ആളുകളാണ് താമസിക്കുന്നത്. അവരുടെ ഒരു ഗ്രാമമായിട്ട് അത് മാറിയിട്ടുണ്ട്. ടിയോസ് ഇൽനെസ് ഹാവ് വോഴ്സൻഡ് ബൈ ദ ടൈം ദേ റീച്ച്ഡ്. അപ്പോൾ ഇത്രയും സമയമൊക്കെ ആവുമ്പോഴേക്കും തിയോയുടെ അസുഖമൊക്കെ വളരെ കൂടിയിട്ട് അയാൾ ഏത് നിമിഷവും മരിക്കും എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അയാളെ അവിടെ കാണുന്നത്. കർമ്മക്കാത്തെ ഫൈൻഡ്സ് ന്യൂ വില്ലേജേഴ്സ് ഡസൻ റെസ്പെക്ട് ദ യക്രൂണ ഫ്ലവർ ആൻഡ് ഡിസ്ട്രോയ്സ് ഓൾ ദ പ്ലാൻസ് ടു സ്റ്റോപ്പ് ദി അബ്യൂസ്. അപ്പോൾ കർമ്മക്കാത്തെ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് അവിടുത്തെ പുതിയ വില്ലേജേഴ്സ് ഈ യക്രൂണ ഫ്ലവറിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇവരുടെ ട്രൈബിനെ സംബന്ധിച്ചിട്ട് അത് ഡിവൈൻ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അവർ ഈ ഫ്ലവർ ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിന്റെ വെള്ളം കുടിക്കുക, അങ്ങനെ രീതിയിൽ ഒരു സാധാരണ ഒരു ചെടി പോലെയാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ അയാള് അവിടെയുള്ള ആ ചെടിയുടെ മരവും അതിന്റെ ചെറിയ ചെടികളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ കൊളംബിയൻ ഇൻവേഡേഴ്സ് അറൈവ് ആൻഡ് ദേ ഓൾ റൺ ഫോർ ദിയർ ലൈവ്സ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കൊളംബിയൻ അധിനിവേശക്കാർ, അവിടുത്തെ പട്ടാളക്കാർ തോക്കും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ആ സമയത്ത് ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും അവരുടെ ജീവനും കൊണ്ട് ഓടുകയാണ്. ടിയോ അസുഖബാധിതനാണ്, മന്ദൂക്ക അയാളെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അവരും ഇതുപോലെ ജീവന് വേണ്ടി രക്ഷപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു രംഗത്തോട് കൂടിയിട്ടാണ് ആ യാത്ര അവസാനിക്കുന്നത്. ഫിലിം റിട്ടേൺസ് ടു ദ കറന്റ് ജേർണി ഇൻ ഇറ്റ്സ് ഫൈനൽ പാർട്ട്. ഇനി നമ്മൾ സിനിമയുടെ അവസാന രംഗത്തിലേക്ക് എത്തുകയാണ്, ഈ പുതിയ യാത്രയുടെ ലാസ്റ്റ് പാർട്ടായി. കർമ്മക്കാത്തെ ഷോസ് ഇവാൻ ദ റിമൈനിങ് പ്ലാന്റ് ഇൻ ദ മൗണ്ടെയ്ൻസ്. അങ്ങനെ ഇവർ കുറെ യാത്ര ചെയ്തതിന് ശേഷം ഈ പർവ്വതത്തിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഈ ചെടി അവർ കണ്ടെത്തുകയാണ്. അന്ന് ഇയാളത് തീയിട്ട് നശിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഒരെണ്ണം മാത്രമാണ് അവിടെ അവശേഷിക്കുന്നുള്ളത്. ഇവാൻ റിവീൽസ് ഹിസ് റിയൽ ഇന്റൻഷൻ ഓഫ് ദ ജേർണി ദാറ്റ് ഹി വാണ്ട്സ് ടു ടേക്ക് ഇറ്റ് ടു അമേരിക്ക ടു കൾട്ടിവേറ്റ്. ഈ സമയത്താണ് ഇവാൻ പറയുന്നത് ഈ ചെടി എടുത്തുകൊണ്ട് അത് തനിക്ക് കഴിക്കാനോ അനുഭവിക്കാനോ വേണ്ടിയിട്ടല്ല, അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യാനും അതിൽ നിന്ന് അവർക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാനൊക്കെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ പണം ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിന് അത് ഉപകാരപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നു. കർമ്മക്കാത്തെ റിഫ്യൂസസ്, സേസ് ഹി ക്യാൻ ഓൺലി കൺസ്യൂം ബട്ട് നോട്ട് കൾട്ടിവേറ്റ് ഇറ്റ്. അപ്പോൾ കർമ്മക്കാത്തെ അത് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൺസ്യൂം ചെയ്യാം, പക്ഷെ അത് കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ കൾച്ചറിനകത്ത് ട്രൈബിനകത്ത് ദിവ്യമായിട്ടൊരു സങ്കല്പം എന്ന രീതിയിലാണ് ആ ഫ്ലവറിനെ കാണുന്നത്.
ആഫ്റ്റർ എ മൈൽഡ് ഫൈറ്റ് കർമ്മക്കാത്തെ പ്രിപ്പേഴ്സ് യക്രൂണ ഡ്രിങ്ക്. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ഇവാൻ ഈ കത്തിയൊക്കെ എടുത്തിട്ട് ഇയാളെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ആ ഫൈറ്റിന് ശേഷം ഇവാൻ ഏറെക്കുറെ കീഴടങ്ങുന്ന ചെടി അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ കർമ്മക്കാത്തെ ആ ഫ്ലവർ കൊണ്ടുള്ള ഡ്രിങ്ക് അയാൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണ്. ഇവാൻ കൺസ്യൂമിങ് ഇറ്റ് ഗോസ് ത്രൂ എ സൂപ്പർ കോൺഷ്യസ് എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു ഫ്ലവർ ഇയാള് ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഇവാൻ ഇങ്ങനെ ഒരു സൂപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് പോകുന്നു. ട്രാൻസ് പോലെ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അയാൾ ഇങ്ങനെ പോവുകയാണ്. ആക്ച്വലി ആ എക്സ്പീരിയൻസിനെയാണ് എംബ്രേസ് ഓഫ് ദ സർപ്പന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ട്രൈബിലെ വിശ്വാസപ്രകാരം അങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു സർപ്പത്തിലൂടെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാവുന്നത്. ആ ഒരു സർപ്പത്തിന്റെ ഒരു എംബ്രേസ് ആണ് ഈ ഒരു ഫ്ലവറിന്റെ ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. അങ്ങനെ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കഴിയും എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു വിശ്വാസം ഉള്ളത്. അങ്ങനെ ഇയാൾക്ക് അങ്ങനെ ഒരു സൂപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ഹലൂസിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. എ പാർട്ട് ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഈസ് ഷോൺ ഇൻ കളർ ടു ഷോ ദി ഇന്റൻസിറ്റി. അപ്പൊ ഇത്ര നേരം സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണുള്ളത്. ഇയാളുടെ ഹലൂസിനേഷന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കളറിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു ഇന്റൻസിറ്റി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ഇയാൾ കുറെ സ്റ്റാർ, നമ്മുടെ ഗാലക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വെൻ ഹി വേക്സ് അപ്പ് ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് അലോൺ. എന്നിട്ട് അയാൾ ആ ഒരു ട്രാൻസിൽ നിന്ന് ഉണർന്നു നോക്കുന്ന സമയത്ത് കർമ്മക്കാത്തയെ കാണാനില്ല. അയാൾ അവിടെ ഒറ്റയ്ക്കാണുള്ളത്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. നമുക്ക് പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തീംസും പോയിന്റ്സും ആണ് നമ്മൾ പറയുന്നത്. ആദ്യം വരുന്നത് ചലഞ്ചിങ് കൊളോണിയൽ ഗേസ്. ദ ഫിലിം സബ്വേർട്സ് ദ ട്രഡീഷണൽ കൊളോണിയൽ ഗേസ് വിത്ത് സ്റ്റോറീസ് ടോൾഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ കൊളനൈസർ. ഈ സിനിമയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ആണ്. സാധാരണ ഇത്തരം സിനിമകൾ നമ്മൾ ഈ കൊളനൈസറുടെ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അതായത് ട്രൈബൽ പീപ്പിളിനെ അവർ നരഭോജികൾ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവാറുള്ളത്. ഇവിടെ പക്ഷേ നമ്മൾ ഈ ട്രൈബൽ പീപ്പിളിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ കാണുന്നത്. ഹിയർ ദ നരേറ്റീവ് സെന്റേഴ്സ് ഓൺ ദി ഇൻഡിജിനസ് ക്യാരക്ടേഴ്സ് ഓഫറിംഗ് ദെയർ പെർസ്പെക്റ്റീവ് ഓൺ ദി ഇവന്റ്സ്. അപ്പൊ ഈ കൊളോണൈസേഷൻ തുടങ്ങിയിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ട്രൈബൽ പീപ്പിളിന്റെ പെർസ്പെക്റ്റീവ് ആണ് ഈ സിനിമയിൽ ഉള്ളതാണ് ഇതിലെ ഒരു പോയിന്റ്. പിന്നെ ഇതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള തീം കൾച്ചറൽ കൺഫ്ലിക്റ്റ് ആണ്. വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്. Europeans view the Amazon as a resource for profit, establishing rubber plantations and seeking valuable plants. യൂറോപ്യൻസിനെ സംബന്ധിച്ചിട്ട് ആമസോൺ വനം എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആണ്. അവരവിടെ റബ്ബർ പ്ലാന്റേഷൻസ് ഒക്കെയാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ അക്രൂണ ഫ്ലവർ ആണെങ്കിലും മറ്റ് പ്ലാന്റ്സ് ആണെങ്കിലും അത് കൊണ്ടുപോയിട്ട് അത് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതികളാണ് ഈ വെസ്റ്റേണേഴ്സിന് ഉള്ളത്. നേറ്റീവ് പെർസ്പെക്റ്റീവ്. The native people see the forest as a gift from God, respecting it and having restrictions on resources extraction. ഇനി ഈ തദ്ദേശീയരായിട്ടുള്ള ഈ കർമ്മക്കാത്തെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഈ പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റാണ്. അതിനെ ബഹുമാനിക്കണം എന്നുള്ള രീതിയിലാണ്. പല രീതിയിലാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. അതിൽ ഒരു കാര്യം വരുന്നത് ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്ന സമയത്ത് ഒരു രംഗത്ത് കർമ്മക്കാത്ത് പറയുന്നുണ്ട് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പാടില്ല, കാരണം മഴ പെയ്തതിന് ശേഷം മാത്രമേ മീൻ പിടിക്കാവൂ എന്നാണ് അവരുടെ വിശ്വാസത്തിലുള്ളത്. ആ രീതിയിൽ ഓരോ ചെടികൾ ഉപയോഗിക്കുന്നതിലും ഓരോ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനും അവർക്ക് ഇതുപോലെ നിയമങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണുള്ളത്. അതേ സമയത്ത് വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതിയാണ്. അങ്ങനെ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് നമ്മളവിടെ കാണുന്നുണ്ട്. വയലൻസ്. Europeans are portrayed as violent conquerors, while the native people are depicted as hospitable. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നെറേറ്റീവിലെ പെർസ്പെക്റ്റീവിലുള്ള വ്യത്യാസം. സാധാരണഗതിക്ക് ഈ ആമസോണിലെ ട്രൈബുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരഭോജികൾ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചിത്രീകരിച്ച് കാണാറുള്ളത്. ഇവിടെ പക്ഷേ യൂറോപ്യൻസ് ആണ് വയലന്റ് ആയിട്ടുള്ള ആളുകൾ. ഈ ട്രൈബൽ പീപ്പിൾ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പൊ കർമ്മക്കാത്ത ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വെള്ളക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ആളുകളായിട്ടും യൂറോപ്യൻസ് വയലന്റ് ആയിട്ടുമാണ് നമുക്ക് ഈ സിനിമക്കകത്ത് കാണാൻ കഴിയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് യക്രൂണ സിംബോളിസമാണ്. ആ ഒരു ഫ്ലവറിന്റെ സിംബോളിസം. വെസ്റ്റേൺ വ്യൂ. ഔട്ട്സൈഡേഴ്സ് ലൈക്ക് തിയോ ആൻഡ് ഇവാൻ സി യക്രൂണ ആസ് എ റെയർ പ്ലാന്റ് വിത്ത് പൊട്ടൻഷ്യൽ ടു ക്യൂർ ഫിസിക്കൽ എയിൽമെന്റ്സ്, വിത്ത് ഇവാൻ ഓൾസോ കൺസിഡറിങ് ഇറ്റ്സ് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ ഡിഫറൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കൾച്ചറൽ ഡിഫറൻസിന്റെ സിമ്പിൾ ആയിട്ടാണ് ഈ ഫ്ലവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ വെസ്റ്റേണേഴ്സ് അതിനെ കാണുന്നത്
ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ്, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന, അവർക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് ഇൻഡിജിനസ് വ്യൂ. ഫോർ കർമ്മക്കാത്തെ, എക്രൂണ ഈസ് എ ബ്രിഡ്ജ് ടു ദ സ്പിരിറ്റ് വേൾഡ്, ഗ്രാൻഡിങ് ആക്സസ് ടു ആൻസിസ്ട്രൽ നോളജ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്. അപ്പോൾ ഈ ട്രൈബൽ വ്യൂ അനുസരിച്ചിട്ട് അതൊരു ബ്രിഡ്ജാണ്, ഈ സ്പിരിച്വൽ വേൾഡിലേക്കും ഇവരുടെ വേൾഡിലേക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ടും അവർക്ക് ആൻസെസ്ട്രൽ നോളജ് നൽകുന്ന ഒരു കാര്യമൊക്കെ ആയിട്ടാണ് അവർ ഈ ഫ്ലവറിനെ കാണുന്നത്. ദിസ് ഡുവാലിറ്റി റിഫ്ലക്ട്സ് ക്ലാഷിംഗ് വേൾഡ് വ്യൂസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു ക്ലാഷിംഗ് വേൾഡ് വ്യൂ അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് കൾച്ചറിന്റെ ഒരു സിമ്പിൾ ആയിട്ട് കൂടിയാണ് നമ്മളിവിടെ ഈ ഫ്ലവറിനെ കാണുന്നത്. ഇനി ആ ഫ്ലവർ മാത്രമല്ല, ഈ ആമസോൺ എന്നുള്ള ഈ ഒരു ഫോറസ്റ്റും എല്ലാം തന്നെയും ഇതുപോലെ ഈ യൂറോപ്യൻസിന്റെയും ഈ ട്രൈബൽസിന്റെയും കൾച്ചറിന്റെ കൺഫ്ലിക്റ്റിന്റെ ഒരു ഡെപ്പിക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനിയുള്ളത് കർമ്മക്കാത്തയുടെ ക്യാരക്ടറാണ്. ലോൺലി ഫിഗർ. ഹി ഈസ് ദ ലാസ്റ്റ് സർവൈവർ ഓഫ് ഹിസ് ട്രൈബ്, ലീഡിങ് എ ലോൺലി ലൈഫ്. ഒരു ലോൺലി ലൈഫാണ് അയാൾ നയിക്കുന്നത്. കാരണം അയാളുടെ ട്രൈബിലെ ബാക്കിയുള്ളവരെല്ലാവരും പോയി, അയാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ അയാളുടെ ആയുസ് ഏറെക്കുറെ മുഴുവനും അയാൾ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. വളരെ ചെറുപ്പത്തിലാണ് അയാൾ ആ ഒരു ഈ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്നത്. അതിനുശേഷം അയാളുടെ ജീവിതം മുഴുവൻ അയാൾ ഒറ്റയ്ക്കാണുള്ളത്. കൾച്ചറൽ ബ്രിഡ്ജ്. ഹി ആക്ട്സ് എസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഇൻഡിജിനസ് വേൾഡ് ആൻഡ് ദ വേൾഡ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ്. ഇനി അയാളാണ് ഈ വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരെയും ഈ ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിളിന്റെ വേൾഡ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ആളായിട്ട് നിൽക്കുന്നത്. ഇവരെ വഴി കാണിക്കുന്നതും അതുപോലെ തന്നെ അവരെ അവിടെ ലീഡ് ചെയ്യുന്നതുമെല്ലാം ഈ കർമ്മക്കാത്ത എന്ന് പറയുന്ന ക്യാരക്ടറാണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലോസ് ആൻഡ് റെസിലിയൻസ്. ഷോൺ ത്രൂ യങ്ങർ ആൻഡ് ഓൾഡർ വേർഷൻ, ഹി വാസ് മോർ ചിയർഫുൾ ആൻഡ് എനർജറ്റിക് ഇൻ ഹിസ് യൂത്ത്, ബട്ട് ലോൺലിനെസ് ഡ്രെയിൻസ് ഹിസ് ഇമോഷൻസ്. ഇനി നമുക്ക് രണ്ട് കാലഘട്ടങ്ങളിൽ ഇയാളെ കാണുന്നുണ്ട്. ഒന്ന് തിയോയുടെ കൂടെ ഇയാളുടെ ചെറുപ്പത്തിലുള്ള യാത്രയും, മറ്റൊന്ന് ഇവാന്റെ കൂടെ ഇയാൾക്ക് കുറച്ച് പ്രായം അതിനുശേഷമുള്ള യാത്രയും നമ്മൾ കാണുന്നത്. തിയോയുടെ കൂടെയുള്ള യാത്രയിൽ ഇയാൾ വളരെ ചിയർഫുൾ ആണ്, ഒരുപാട് ചിരിക്കുന്ന സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കർമ്മക്കാത്തയെ കാണുന്നത്. ഇനി ഈ ഇവാന്റെ കൂടെയുള്ള യാത്രക്കകത്താണ് ഇയാൾ അധികം സംസാരിക്കാത്ത, ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട, ഇമോഷൻസ് ഒക്കെ നഷ്ടപ്പെട്ട. കാരണം അത്രയും കാലം ഇയാൾ ഇങ്ങനെ ഈ ഏകാന്തമായി ജീവിച്ചതിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് അയാളിൽ കാണുന്നുണ്ട്. അയാൾ സ്വയം വിളിക്കുന്നത് അയാൾ ചുല്ലച്ചാക്കിയാണ്, അല്ലെങ്കിൽ ഒരു വികാരങ്ങളും ഓർമ്മകളും ഇല്ലാത്തൊരു ആത്മാവാണ് എന്നുള്ള രീതിയിലാണ് അയാൾ വിളിക്കുന്നത്. റെസ്പെക്ട് ഫോർ ട്രഡീഷൻ. ഡിസ്പൈറ്റ് ലിവിങ് അലോൺ, ഹി റെസ്പെക്ട്സ് നേറ്റീവ് ട്രഡീഷൻസ്. ഇനി അയാളുടെ ട്രൈബില് ബാക്കിയുള്ളവരെല്ലാം പോയി അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അവിടെ ജീവിക്കാന്നുണ്ടെങ്കിലും അയാളുടെ ട്രൈബിലെ എല്ലാ വിശ്വാസങ്ങളും അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അയാളവിടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ അയാളുടെ ട്രൈബിനോടും അയാളുടെ നേച്ചറിനോടും പ്രകൃതിയോടുമുള്ള ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് കൂടിയാണ് നമ്മൾ ഈ കർമ്മക്കാത്തയെ കാണുന്നത്. അടുത്തത് വരുന്നത് ഈ സിനിമയുടെ എൻഡിങ് ആണ്. ആംബിഗ്വിറ്റി. The film's ending leaves the audience to question Karmakatha's fate, with Ivan finding himself alone when he wakes up from a dream. അപ്പോൾ ഈ സിനിമയിൽ ആംബിഗസ് ആണ്, എന്താണ് കർമ്മക്കാത്തയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം അവിടെ കാണിക്കുന്നില്ല. ഈ ഇവാൻ ഈ യക്രൂണ ഫ്ലവറിന്റെ ഡ്രിങ്കിന് ശേഷം ഉണ്ടാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ അയാളോട് ഒറ്റയ്ക്കാണ്, കർമ്മക്കാത്ത അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അയാൾ എങ്ങോട്ടാണ് പോയത്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ആ സിനിമക്കകത്ത് പറയുന്നില്ല. തീംസ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് ലെഗസി. This ambiguity allows the film to explore broader themes of mortality and the question of a cultural legacy. അപ്പോൾ ഈ ഒരു ആംബിഗ്വിറ്റിയിൽ നമുക്ക് കാണുന്നത് കർമ്മക്കാത്തയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ കൂടെ അവിടെ അവശേഷിക്കുന്നത് കർമ്മക്കാത്തയുടെ ട്രൈബിന് എന്ത് സംഭവിച്ചു, കർമ്മക്കാത്തയുടെ കൾച്ചറിന് എന്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ഒരു തീമുകൾ കൂടി നമുക്ക് ഈ സിനിമക്കകത്ത് ഇതിന്റെ ഈ എൻഡിങ് രംഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. സിംബോളിസം. Karmakatha disappears when the last remaining Ekruna flower is gone, symbolizing the disappearance of his tribe and culture. ഇനി നമ്മൾ പറഞ്ഞിരുന്ന അവിടെ അവസാനത്തെ യക്രൂണ ഫ്ലവർ ആണ് ഉണ്ടായിരുന്നത്, അതാണ് ഈ ഇവാന് കൊടുക്കുന്നത്. അപ്പൊ അവസാനത്തെ ആ ഫ്ലവർ, അവരുടെ ട്രൈബിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അവസാനത്തെ ആ ഒരു ഫ്ലവർ കൂടി പോകുന്നതോട് കൂടിയിട്ട് കർമ്മക്കാത്തയും നമ്മൾ അവിടെ കാണാതാവുകയാണ്. അപ്പൊ അവരുടെ ഈ നേറ്റീവ് പീപ്പിളിന്റെ കൾച്ചർ, ട്രൈബ് ഒക്കെ ഇല്ലാതെ ആവുന്നതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് കൂടി നമുക്കതിനെ എടുക്കാൻ കഴിയുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ എൻഡിങ്ങിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇതിലെ നരേറ്റീവ് എന്ന് പറയുന്നത് നോൺ ലീനിയർ നരേറ്റീവ് ആണ് നമ്മൾ കാണുന്നത്. ദ സ്റ്റോറി ജംപ്സ് ബിറ്റ്വീൻ ടൈം ലൈൻസ്, മിക്സിംഗ് ദ പ്രസന്റ് ജേർണി വിത്ത് മെമ്മറീസ്. കഥ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നതല്ല, അത് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു, തിരിച്ച് പ്രസന്റിലേക്ക് വരുന്നു, വീണ്ടും മെമ്മറീസിലേക്ക് പോകുന്നു. ആ രീതിയിലുള്ളൊരു നരേറ്റീവ് ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. പ്രിസർവിംഗ് ട്രഡീഷൻസ്.
The non-linear structure highlights the struggle to preserve traditions amidst drastic change. അപ്പോൾ ഈ ഒരു നോൺ ലീനിയർ നെറേറ്റീവിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ചേഞ്ച് വിസിബിൾ ആയിരിക്കുന്നുള്ളതാണ്. പഴയ കാലവും അതുപോലെ തന്നെ തിരിച്ച് വീണ്ടും പ്രസന്റിലേക്ക് വരികയും ചെയ്യുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കുന്നതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. ഫോക്കസ് ഓൺ ചേഞ്ച്. ദ നെറേറ്റീവ് ഹെൽപ്സ് യു ഓഡിയൻസ് ഫോക്കസ് ഓൺ ദ ചേഞ്ചസ് ആൻഡ് കമ്പയർ ദ ടു ടൈംസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഴയ കാലത്തെ ദൃശ്യങ്ങൾ അതിനുശേഷം പുതിയതിലേക്ക് വരുമ്പോൾ നമുക്കത് രണ്ടും കമ്പയർ ചെയ്യാനും ആ മാറ്റങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കുന്നതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഫ്രാഗ്മെന്റഡ് മെമ്മറീസ്, പിന്നെ അതിന്റെ ഒരു സിംബോളിസം ആണ്. ദ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് റിഫ്ലക്ട്സ് എ ഫ്രാഗ്മെന്റഡ് മെമ്മറീസ് ആൻഡ് ഡിസ്റപ്റ്റഡ് ട്രഡീഷൻസ് ഓഫ് ദി ഇൻഡിജിനസ് പീപ്പിൾ ബിക്കോസ് ഓഫ് കൊളോണിയലിസം. നമ്മുടെ കർമ്മക്കാത്ത എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും അയാൾക്കും ഇതുപോലെ ഓർമ്മകൾ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഓർമ്മകൾ എന്ന രീതിയിലാണുള്ളത്. നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇൻഡിജിനസ് പീപ്പിളിന്റെ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അതിന്റെ ഒരു സിമ്പിളായിട്ട് കൂടി നമുക്ക് ഈ നോൺ ലീനിയർ ഈ നരേറ്റീവിനെ കാണാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.